അല്ല മിയ, കുഴപ്പമൊന്നുമില്ലല്ലോ? എന്ത് കുഴപ്പം ജിം? അതൊന്നും ഒരു കുഴപ്പമില്ല. നീ എന്തായാലും ലൂസിനെ നോക്ക്. ഓക്കെ മിയ, എനിവേ ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് ജിം. എനിവേ ടൈം ആയിട്ടോ, ഞാൻ പോവാണേ. പോയി വന്നിട്ട് ഞാൻ വിളിക്കാം. നീ ലൂസിനോടൊന്ന് പറഞ്ഞേക്ക്. ഓക്കെ മിയ, എന്നാ ശരി, വെക്കുവാട്ടോ. ഓക്കെ ജിം. അല്ല, നീനോടാണ് ഇപ്പൊ സംസാരിച്ചേ? ലൂസി, ലൂസി, ബി കെയർഫുൾ. ഈ ഭൂമി തന്നെ രണ്ടായിട്ട് പിളർന്നാ പോലും നീ കണ്ണു തുറക്കരുത്. ഇങ്ങനെ തന്നെ കിടന്നോ? എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു? ഇന്നലെ രാത്രി വരെ ഇതൊക്കെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. പിന്നെ എങ്ങനെയാ ഇത്ര ഹെവി ഫീവർ? ഇനിയിപ്പോ മഴയത്തെങ്ങനെ ഇറങ്ങിയായിരുന്നോ? ചേച്ചേ, അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇന്നലെ ആണെങ്കിൽ മഴ എന്നെ പെയ്തിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെ? ഇനിയിപ്പോ വീട്ടിൽ വേറെ ആർക്കെങ്കിലും ഫീവർ ഉണ്ടോ? എന്റെ കാഴ്ചപ്പാടില് എല്ലാരും ഓക്കെ ആണല്ലോ. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു? ലൂസി, ഒട്ടും വൈകി വാ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാന്നേ. ഓഹോ, അപ്പൊ ഇത് കള്ളോട്ടല്ലേ? ഇപ്പൊ ശരിയാക്കി തരാട്ടോ. ജീം, ജീം, ദേ വരുന്നു. ഷോ, ജെയ്സനാണല്ലോ വിളിക്കുന്നേ. എന്തായാലും ഓഫീസിലോട്ടായിരിക്കും. പോയ പാടെയാണെങ്കിൽ മീറ്റിംഗ് സ്റ്റാർട്ട് ആവുകയും ചെയ്യും. ഞാനാണെങ്കിൽ ഇന്നലെ വർക്ക് ചെയ്തതിനു ശേഷം ലാപ്പിൽ ചാർജ് കുത്തിയിടാനും മറന്ന്. ഇനിയിപ്പോ ഞാൻ ഫ്രഷ് ആവുമ്പോഴത്തേക്കും ചാർജ് കുത്തിയിട്ടേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ പോയ പണി കിട്ടും. പോയോ? ഭാഗ്യം. ജിം സംസാരിച്ചു വെച്ച് നോക്കുമ്പോ മിയ ഒറ്റയ്ക്ക് തന്നെ ഹോസ്പിറ്റലിലേക്ക് ഇന്റർവ്യൂക്ക് പോയിട്ടുണ്ടെന്നാ തോന്നുന്നേ. എന്തായാലും അവൾ ആ ഇന്റർവ്യൂല് പാസ് ആവണേ. എന്റെ കർത്താവേ, അവൾക്ക് അവൾ ആഗ്രഹിച്ച ജോബും കിട്ടണേ. മിയ, സോറി കേട്ടോ, എന്റെ അവസ്ഥ കൊണ്ട് വരാൻ പറ്റാഞ്ഞേ. അല്ലെങ്കിൽ ഞാൻ എന്തായാലും വന്നേനെ. എന്റെ പനി മാറി ഉടനെ ഞാൻ എന്തായാലും നിന്റെ അടുത്തേക്ക് വരാട്ടോ. അപ്പത്തേക്കും നീ നിന്റെ ജോബ് കിട്ടിയെന്നുള്ള ഗുഡ് ന്യൂസ് ആയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കേ. ഉടനെ തന്നെ ഞാൻ വരാട്ടോ. ഹലോ, എങ്ങോട്ടാ മാഡം സാരിയൊക്കെ കെട്ടിയിട്ട്? ഓ, നീ സ്റ്റാറ്റസ് കണ്ടായിരുന്നല്ലേ? പിന്നെ അല്ല പറഞ്ഞില്ല. എങ്ങോട്ടാ ഐശ്വര്യായിട്ട് സാരിയൊക്കെ കെട്ടി പോന്നേ? എന്തേ, പെണ്ണ് കാണാൻ പറ്റുവാണോ? എന്നാലും നമ്മളോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. ഓ എന്റെ പൊട്ട, അതിനൊന്നല്ല. ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞില്ലായിരുന്നോ ഹെവൻ ഹോസ്പിറ്റലിൽ എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ടെന്ന്? അതിനു വേണ്ടി വന്നതാ. ഓ ഐ സി. അല്ല, എന്നിട്ട് ലൂസി എന്തേ? ഓ, അവള് വന്നില്ലടാ. അവക്ക് നല്ല ഫീവർ എന്ന് ഇപ്പൊ കുറച്ചു മുന്നേ ജിമ്മിനെ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ. അതാ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങ് പോന്നേ. അവക്ക് ഫീവറോ? എന്നിട്ട് ഒന്ന് വിളിച്ചത് പോലില്ലല്ലോ. എന്തായാലും ഞാൻ കുറച്ചു കഴിഞ്ഞ് പോയി കണ്ടോളാം. എന്നാലും എന്റെ പെണ്ണെ, നിനക്ക് അവളില്ലെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചൂടായിരുന്നോ? ഞാനെങ്കിലും വരില്ലായിരുന്നോ? ഓ, അതിന്റെ ആവശ്യമൊന്നുമില്ലടാ. അല്ലേലും ഒറ്റക്കൊക്കെ പോയാലല്ലേ കുറച്ചൊക്കെ ധൈര്യം വരത്തുള്ളൂ. ഇനിയിപ്പോ ഇവിടെ ജോബ് കിട്ടിയാ ഡെയിലി ഒറ്റക്ക് വേണ്ട വരാനേ. അതാ. അല്ല, നീ എന്ത് ചെയ്യുവാ? ഞാനോ? ഞാനിതേ കോളേജിലേക്ക് പോവാൻ വേണ്ടി റെഡി ആവാ. കോളേജിലേക്ക് പോവാനോ? എന്തിനെ? ഇപ്പൊ കോളേജിൽ പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ലല്ലോ. ഓ, ഇനിയിപ്പോ സ്പെഷ്യൽ ആയിട്ടുള്ള ആരെങ്കിലും കാണാൻ? അതിനൊന്നല്ല. ഇനിയിപ്പോ നീ വളച്ചൊടിക്കണ്ട. ഞാനേ സാറെന്നെ കാണാനൊന്നല്ലേ പോണേ. ഞാന് എന്റെ ഒരു പേപ്പേഴ്സ് റെഡിയാക്കാനുണ്ടായിരുന്നു. എനിക്ക് നാളെ മുതൽ ട്രെയിനിങ്ങിൽ കയറേണ്ടതല്ലേ. അപ്പോ അതിന് വേണ്ടി പോവാനാ. അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ സാറിനെ കാണാനൊന്നല്ല. അതിന് ഞാനിപ്പോ സാറിനെ കാണാനെന്ന് ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. പിന്നെ നീയായിട്ടിങ്ങനെ. അത് പിന്നെ എന്തായാലും നീ ചുറ്റി വളഞ്ഞ് അവിടെ വന്ന് നിൽക്കുമെന്ന് എനിക്കറിയാലോ. അതാ മുൻകൂട്ടി ഞാൻ എന്നെ അങ്ങ് പറഞ്ഞേ. ആയിക്കോട്ടെ. എന്തായാലും കോളേജിൽ നിന്ന് വരാൻ നേരത്തെ വിളിക്കേണ്ടേ? മിക്കവാറും നീ എന്നെ ഇവിടെ വന്ന് പിക്കപ്പ് ചെയ്യേണ്ടി വരും. ഇന്റർവ്യൂ കഴിഞ്ഞിട്ടെ ഞാൻ വിളിക്കാം. നീ ബിസി അല്ലെങ്കിൽ ബിസി അല്ലെങ്കിൽ ഇങ്ങോട്ട് വാ. പോവാൻ നേരത്ത് എന്നെ ഹോസ്റ്റലിൽ കൊണ്ടാക്കി തന്നാ മതി. എന്തായാലും അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്തെ വിളിക്കേ. ഞാൻ എന്നാ പോയിട്ട് പേപ്പേഴ്സ് ഒക്കെ റെഡി ആക്കി കളട്ടെ. എന്നിട്ട് വേണം നാളെ മുതൽ ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്യാൻ. എന്നാൽ എന്റെ പീറ്ററെ, ഈ കോമഡി പീസ് ആയിട്ടുള്ള നീ പോലീസ് ആയി കഴിഞ്ഞാ എന്തായിരിക്കും അവസ്ഥ? അതെ, നീ എന്നെ വെറും കോമഡി പീസ് മാത്രമായിട്ടല്ല കണ്ടിട്ടുള്ളൂ. ഇനി നീ എന്നെ കാണാൻ പോണതേ ടെററായിട്ട് ആയിരിക്കും. അതുകൊണ്ടേ വെയിറ്റ് ആൻഡ് സീ. നീ ഇപ്പൊ തൽക്കാലം നിന്റെ ഇന്റർവ്യൂ പോയി അറ്റൻഡ് ചെല്ല്. ഞാനേ ടൈമിന് പോണം. അല്ലാന്നുണ്ടെങ്കിലേ എന്റെ ഈ ലക്ഷ്യങ്ങളൊക്കെ ഒറ്റ നിൽപ്പിന് അങ്ങ് ഇടിഞ്ഞു തകർന്നു പോവും. ഓ, ആയിക്കോട്ടെ സാറേ. എന്നാലേ സാറ് ചെന്നിട്ടെ സാറിന്റെ കാര്യങ്ങളൊക്കെ നോക്ക്. ഞാൻ വരാൻ നേരത്തെ വിളിക്കാം. ഓക്കേ? ഓക്കേ ഡി. എക്സ്ക്യൂസ് മീ. എന്താ മാം? അല്ല, എനിക്കിന്ന് ഇവിടെ ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാ എവിടേക്കാണ്? ഓ, ഇന്റർവ്യൂക്ക് വന്നതാണോ? എന്നാ 3rd ഫ്ലോറിലേക്ക് പോയാൽ മതി. അവിടെയാ സാറിന്റെ ഓഫീസ് റൂം ഉള്ളത്. താങ്ക്സ്. അല്ല, ലിഫ്റ്റ് നേരെ പോയി റൈറ്റിലേക്ക് തിരിഞ്ഞാ മതി. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് മാം. താങ്ക് യു. ഷോ, ടൈം ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ ലിഫ്റ്റ് ആണെങ്കിൽ എത്ര നേരമായി? കം ഓൺ, എത്ര നേരമായി വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. താങ്ക് ഗോഡ്, എപ്പോഴെങ്കിലും ഓപ്പൺ ആയല്ലോ. ചേടാ, 9:50 10 മണിക്ക് ഇന്റർവ്യൂ തുടങ്ങുന്നാ പറഞ്ഞേ.
എല്ലാം ഫയൽസും ഫോണിൽ അയച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞോണ്ട് കഴിച്ചില്ലേ. ഇനിയിപ്പോ ഓരോന്നും തപ്പാൻ നിന്നുണ്ടെങ്കിൽ എത്രമാത്രം നേരം വൈകിയാനേ. ഓക്കെ ഞാനതെ വന്നോണ്ടിരിക്കുക. ചേടാ തിരക്കിട്ട് കേറിയിലാണെങ്കിൽ ആ ഫ്ലോറത്തെ നമ്പർ അമർത്താനും മറന്നായി. എക്സ്ക്യൂസ് മീ, ആ തേർഡ് ഫ്ലോർ ഒന്ന് അമർത്തുവോ? ഓക്കെ. ഇതിനു മുന്നേ ഇയാൾ എവിടെയോ കണ്ട പോലെ ഉണ്ടല്ലോ. ഈ സൗണ്ടും എവിടെയോ കേട്ട പോലെ ഉണ്ടല്ലോ. ആരാണെങ്കിൽ എന്താ? ഈ സൗണ്ട് ഇതിനു മുന്നേ എവിടെയോ കേട്ട പോലെ ഉണ്ടല്ലോ. ഹലോ സിദ്ധു സർ, ലൈനിലില്ലേ? ആ പറയ്. അല്ല ഇന്റർവ്യൂ എപ്പോഴാന്നാ പറഞ്ഞേ? 10 മണിക്ക് സർ. അല്ല സാർ ഇപ്പോ നമ്മൾ ഹോസ്പിറ്റലിൽ ഉള്ളത്. അതെ, ഞാനിപ്പോ അങ്ങോട്ടേക്ക് വരും. ഓക്കെ സർ. എന്നാലും ആരായിരിക്കും? ആളങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നോണ്ട് ആളെ പിടിയും കിട്ടുന്നില്ലല്ലോ. ഒന്ന് നോക്കിയേക്കാം. ഇനിയിപ്പോ അറിയണ ആരെങ്കിലും ആണെങ്കിൽ കണ്ടിട്ട് മൈൻഡ് ആക്കിയില്ലാന്ന് അവർ വിചാരിക്കണ്ടല്ലോ. ഇന്നത്തെ എന്റെ ദിവസം തന്നെ സ്പോയിലായി. സെയിം ടു യു. ഏത് നേരത്താണോ എനിക്ക് ലിഫ്റ്റിലേക്ക് കയറാൻ തോന്നിയേ? സെയിം ടു യു. എന്റെ ഹോസ്പിറ്റലിൽ വന്നിട്ട് എന്നോട് തന്നെ അധികാരം കാണിക്കുന്നോ? അല്ലെങ്കിൽ തന്നെ ഒന്നേ ഞാൻ നിന്നെ ടാർഗറ്റ് ചെയ്തതാ. ഈ സിദ്ധാർത്ഥിനൊരു എനിമി ഉണ്ടെങ്കിൽ അത് നീയാ, നീ മാത്രമായിരിക്കും. നീ എന്നെ പറ്റി എന്ത് പറഞ്ഞാലും ഞാൻ അത്ര കാര്യമാക്കത്തില്ലായിരുന്നു. ബട്ട് നീ പറഞ്ഞത് എന്റെ സാറിനെ പറ്റിയാ. അതിന് ഞാൻ നിന്നെ ഒരിക്കലും ക്ഷമിക്കത്തില്ല. അല്ല ഈ ലിഫ്റ്റിന് ഇത് പെട്ടെന്ന് എന്ത് പറ്റി? അറിയോ? ഓക്കെ, താനിങ്ങനെ പാനിക്കാവാതെ ധൈര്യമായിട്ടിരിക്കേ. ഞാനേ ലിഫ്റ്റിന്റെ എമർജൻസി ബട്ടൺ പ്രസ് ചെയ്തതാ. ലിഫ്റ്റിന്റെ സർവീസിന്റെ ആൾക്കാർ ഉടനെ തന്നെ എത്തിക്കോളും. അതുവരെ ഇങ്ങനെ പാനിക്കാവാതിരിക്കേ. ഇങ്ങനെ പേടിക്കാൻ മാത്രം ഒന്നുമില്ല, ചെറിയൊരു സ്പാർക്കാ. അതിപ്പോ റെഡി ആയിക്കോളും. അതുവരെ ഒന്ന് ധൈര്യമായിട്ടിരിക്കേ. എന്നോട് കൊൽമീന് സീന് അതൊട്ടാലെല്ലാം സീന് മാന് എന്നോട് ക്യാഫീന് കാണ് ഇപ്പാത്താലെ ഞാൻ കാണ് കുണ്ടാന കണ്ണാലെ കുത്താതെ നീയുന്നെ തന്നാലും പത്താതടി റോജാപ്പൂ തേകത്താൽ രാജാന സാഞ്ചിട്ട മുന്നേ എങ്കിത്ത് നിൽക്കാതടി കൊച്ചമോന്റെ ഹോസ്പിറ്റലില്ലേ, ഹെവൻ ഹോസ്പിറ്റല്, അവിടുത്തെ ലിഫ്റ്റില് ചെറിയൊരു തീ പിടിക്കുന്ന സമയത്ത് ലിഫ്റ്റിന്റെ അകത്ത് നിങ്ങളെ കൊച്ചുമോൻ ഉണ്ടായിരുന്നത്രേ. എന്ത് സിദ്ധാർത്ഥോ? അയ്യോ എന്റെ കൊച്ചുമോനെ. ജീവനൊന്നും പോയിട്ടില്ല, കിടന്ന് അലറാതെ. ആ കൂടെ ചെറിയൊരു പരിക്ക് പറ്റിയിട്ടേ ഉള്ളൂ. വേണമെങ്കിലേ ന്യൂസ് ചാനലിൽ പോയി കാണേ. അയിനാ ഇവിടെ വീട് എന്നെ കിടന്ന് രണ്ടാക്കുന്നേ. അല്ലടി അറിയാൻ മേലാഞ്ചിട്ട് ചോദിക്കാ, നീയും ശരിക്കൊരു തള്ള തന്നെയാണോ? നിനക്കില്ലേ 3 പിള്ളേര്, എന്നിട്ടാണോ ഇങ്ങനെ അവനെ പറ്റി പറയുന്നേ? ഇത്തിരി പോലും നിന്റെ മനസ്സിൽ പേടി എന്ന് പറയുന്ന സാധനമില്ലേ? ഞാനെന്തിനു പേടിക്കണം? നിങ്ങൾ എന്നെ പറഞ്ഞല്ലോ എനിക്കുള്ളത് 3 കുട്ടികളാ. ആ 3 കുട്ടികൾക്കുള്ളല്ലോ ഒന്നും പറ്റിയത്. അപ്പൊ പിന്നെ ഞാൻ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. പേടിക്കണെങ്കിലേ നിങ്ങൾ പേടിച്ച് ആ മൂലയ്ക്ക് പോയിരുന്ന് കരയാൻ നോക്ക്, ബാക്കിയുള്ളവരും കൂടെ ശല്യം ചെയ്യാനായിട്ട്. നീയൊക്കെ എന്ത് ജന്മാണോ എന്തോ. മോള് കരയാതെ വാ, നമുക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് പോയി നോക്കി വരാം. ശരി അച്ഛമ്മേ. കടന്ന് ബഹളം വെക്കണ കണ്ടാ തോന്നും അവൻ ഒറ്റയടിക്കുമ്പോ മേലോട്ടെടുത്തുന്ന്. അങ്ങനെ നടന്നിരുന്നെങ്കിൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാള് ഞാൻ മാത്രമായേനെ.